നമസ്കാരം. പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. തുറവൂരിൽ മരം വീണ് 5-ാം വാർഡിൽ കോരപ്പുഴത്തറയിൽ ഓമന രവീന്ദ്രന്റെ വീട് തകർന്നു. ചേർത്തല തെക്ക് പഞ്ചായത്ത് 19-ാം വാർഡിൽ വായനശാലയുടെ മേൽക്കൂര ഷീറ്റ് തകർന്ന് 2 പേർക്ക് പരിക്ക്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു. യുവാവ് സഞ്ചരിച്ചിരുന്ന ജീപ്പ് തോട്ടിൽ വീണു. കോതമംഗലത്ത് നിന്നും പുന്നമട ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബോണിയുടെ വാഹനമാണ് എടത്ത കൊച്ചമ്പനം തോട്ടിൽ വീണത്. ലഹരിവിരുദ്ധ ദിനം. വിവിധ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ശക്തമായ മഴയിലും കാറ്റിലും തുറവൂർ മേഖലയിൽ വൻ നാശനഷ്ടം. കാറ്റിൽ മരം വീണ് 5-ാം വാർഡിൽ കോരപ്പുഴത്തറയിൽ ഓമന രവീന്ദ്രന്റെ വീട് തകർന്നു. തുറവൂർ പഞ്ചായത്ത് 5-ാം വാർഡിൽ കോരപ്പുഴത്തറയിൽ ഓമന രവീന്ദ്രന്റെ വീടാണ് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മഹാഗണി വീണ് തകർന്നത്. വീട് പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി. മരം വീണ് മേൽക്കൂര പൂർണ്ണമായും ഭിത്തിയും തകർന്നു. കൊച്ചുകുട്ടികളടക്കം 5 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മരം വീണ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും മരക്കൊമ്പുകൾ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്നത് കാരണം സാധിച്ചില്ല. നാട്ടുകാർ എത്തിയാണ് ഇവരെ പുറത്തിറക്കിയത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ശക്തമായ കാറ്റിലും മഴയിലും ചേർത്തല തെക്ക് പഞ്ചായത്തിലും നാശനഷ്ടം. 19-ാം വാർഡിലെ ലക്കി സ്റ്റാർ വായനശാലയുടെ മേൽക്കൂര ഷീറ്റ് തകർന്നു. 2 പേർക്ക് പരിക്ക്. ചേർത്തല തെക്ക് പഞ്ചായത്ത് 19-ാം വാർഡ് ആർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ലക്കി സ്റ്റാർ വായനശാലയുടെ മേൽക്കൂരയാണ് വ്യാഴാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിൽ തകർന്നത്. അതുൽ ബെന്നിൽ തയ്യിൽ, സാജൻ സേവച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർക്ക് ഷീറ്റ് ദേഹത്ത് വീണ് പരിക്കേറ്റു. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു. യുവാവ് സഞ്ചരിച്ചിരുന്ന ജീപ്പ് തോട്ടിൽ വീണു. കോതമംഗലത്ത് നിന്നും പുന്നമട ഭാഗത്തേക്ക് പോയ ബോണിയുടെ ജീപ്പാണ് വഴിതെറ്റി എടത്വ കൊച്ചമ്മനം തോട്ടിൽ വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. MC റോഡിൽ നിന്ന് പൊടിയാടി വഴി അമ്പലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിച്ച ജീപ്പാണ് കൊച്ചമ്പനം റോഡിലൂടെ കടക്കാൻ ഗൂഗിൾ മാപ്പ് നിർദ്ദേശം നൽകിയത്. ഗൂഗിൾ നിർദ്ദേശത്തെ തുടർന്ന് വഴിയറിയാത്ത ഇടറോഡിലൂടെ സഞ്ചരിച്ചാണ് തോട്ടിൽ വീണത്. ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പുന്നമട ഭാഗത്തേക്ക് പോയത്. ഓടിക്കൂടിയ നാട്ടുകാർ യുവാവിനെ കരയ്ക്കെത്തിച്ചു. ആലപ്പുഴ തീരദേശപാതയിൽ വാടപ്പുഴി കലുങ്കിന്റെയും കൽക്കട്ടിന്റെയും നിർമ്മാണം പൂർത്തിയായി. 80 ലക്ഷം രൂപ ചിലവിൽ കലുങ്കും 30 ലക്ഷം രൂപ ചിലവിൽ വാടപ്പുഴ തീരത്ത് കൽക്കെട്ടും 60 ലക്ഷം രൂപയ്ക്ക് കലിങ്കിന് ഇരുവശവും റോഡുൾപ്പെടെ 1,70 ലക്ഷം രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. അതിന് പുറമേക്കുള്ള ടാറിങ് BMBC ആണ് ചെയ്തിരിക്കുന്നത്. അതിന് 45 ലക്ഷം രൂപ ചെലവായി. ഇങ്ങനെ സ്ഥലമെടുപ്പ്, ഈ സംരക്ഷണ ഭിത്തി, അപ്രോച്ച് റോഡ്, പാലം നിർമ്മാണം, റോഡ് നിർമ്മാണം, ഇത്രയും കാര്യത്തിന് 3,96 ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ വാടപ്പുഴി പദ്ധതി പൂർത്തിയാക്കാൻ ചെലവഴിച്ചത്. അപ്പുറത്ത് മത്സ്യഗന്ധി ഭാഗമാണ്. അവിടുന്ന് ആലപ്പുഴ തീരദേശത്തൂടെ വടക്കോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാത പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം അത് നിറവേറ്റാനും അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാനും കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം നിശ്ചയമായും എന്നെപ്പോലെയുള്ളവർക്കുണ്ട്. ഞാനും അതുപോലെ ഇവിടുത്തെ കൗൺസിലർ മേരി ലീന ഇവിടെയുണ്ട്, മറ്റിവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം ഇവിടെയുണ്ട്. എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായൊരു സഹകരണം കൊണ്ടാണ് നമുക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ പൂർത്തീകരിച്ച് വന്നപ്പോൾ ഒരു നല്ല ടൂറിസം പ്ലേസായി കൂടി നമ്മുടെ ഈ പ്രദേശം മാറുകയാണ്. ഇത് പൊഴിയാണ്, അപ്പുറത്ത് കടലാണ്. സ്വാഭാവികമായിട്ടും ഒരു നല്ല നിലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന പ്രദേശമായി നമ്മുടെ ഈ പ്രദേശത്തെ മാറ്റി തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സമീപവാസികളിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് 2,26 ലക്ഷം രൂപയും ഇതിനായി വിനിയോഗിച്ചപ്പോൾ 3,96 ലക്ഷം രൂപയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാകെ വേണ്ടിവന്നത്. തുടക്കത്തിൽ 6 മീറ്റർ മാത്രമായിരുന്നു കലിങ്ക്. സുഗമമായ സഞ്ചാരത്തിന് 10 മീറ്ററാക്കി വീതി വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഇരുഭാഗത്തേക്കും BMBC നിലവാരത്തിൽ റോഡും പൂർത്തിയാക്കിയതോടെ മണ്ഡലത്തിലെ തീരദേശ ഹൈവേയിലൂടെയുള്ള സഞ്ചാരം സുഗമമാകും. പാലവും റോഡും വൈകാതെ നാടിന് സമർപ്പിക്കുമെന്നും ഇതുവഴിയുള്ള ബസ് സർവീസ് ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം H. സലാം MLA പറഞ്ഞു. കൗൺസിലർമാരായ മേരി ലീന, B. അജേഷ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ചേർത്തലയിൽ വാരനാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും നടത്തി. ചേർത്തല കാളികുളം KMCN സ്റ്റുഡിയോ കോംപ്ലക്സിന് മുന്നിൽ നടത്തിയ പരിപാടി ചേർത്തല എക്സൈസ് ഇൻസ്പെക്ടർ PM സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ദിനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്.
ഈ ഫ്ലാഷ് മോബ് ലഹരിക്കെതിരെ കൈകോർക്കാമെന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ഈ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്ന ഈ 3-4 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അവർക്ക് എത്രത്തോളം ഈ ലഹരിയെക്കുറിച്ച് അറിയാം എന്ന് എനിക്കൊരിക്കലും ബാക്കിലോട്ട് പോയി ചിന്തിക്കാനേ കഴിയുന്നില്ല. കാര്യം അവര് ലഹരി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കണമെന്നോ എന്താണ് ലഹരി എന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു കുട്ടികളാണ്. ശരിക്കും ഇവരിലൂടെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇവരിലൂടെ ഇത്തരം ഒരു പ്രതിരോധ മാർഗം നമുക്ക് സമൂഹത്തിൽ സൃഷ്ടിക്കാം. ഇവര് പോലും ഇപ്പൊ അത്തരത്തിലുള്ള ഒരുപക്ഷെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും അല്ലെങ്കിൽ PTA അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഇതിന്റെ ആശയം അവര് ചെറിയ പ്രായത്തിലെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഇന്ന് പഠിച്ചിറങ്ങുന്ന പല കുട്ടികൾക്കും സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് അവരെ ഗ്രസിച്ചിരിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ. കാര്യം ഇത്രത്തോളം വിദ്യാഭ്യാസം വളരെ വലിയ പഠനമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷവും ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ നമ്മുടെ കുട്ടികളിൽ സംജാതമാകുന്നു. ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ പോയി പറയാറുണ്ട്, നേരെ ചൊവ്വേ നമ്മുടെ മാതൃഭാഷ എഴുതാൻ കഴിയാത്ത ഒരു സമൂഹമായി പല കുട്ടികളും നമ്മുടെ മുന്നിൽ നിന്ന് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നതാണ്. എക്സൈസ് ഉദ്യോഗസ്ഥർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ HM ഉഷ ടീച്ചർ സ്വാഗതം പറഞ്ഞു. SI PM സുമേഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് പ്രശാന്ത്, 22ാം വാർഡ് മെമ്പർ ഷീല ടീച്ചർ, PTA അംഗങ്ങൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും ചാരമംഗലം ഗവൺമെന്റ് DVHSSും സംയുക്തമായി ലോക ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ട്രെയിനർ ദാമോദരൻ C ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, SPC, റെഡ് ക്രോസ്, NSS വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കഞ്ഞിക്കുഴി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെറ്റ്സി തോമസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ പുഷ്പവല്ലി, പ്രിൻസിപ്പൽ രശ്മി, ഹെഡ് മിസ്റ്റേഴ്സ് മിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബി M ലീൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി സുഹൃത്ത് ഹരിലാൽ നന്ദിയും പറഞ്ഞു. തലച്ചോറിനെ കേന്ദ്ര നാഡീവ്യൂഹത്തെ അല്ലേ, എന്നിട്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞത് ഇല്ലാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുന്നു, ഇല്ലാത്ത ദൃശ്യങ്ങളെ കാണിക്കുന്നു. അതായത് ബോധ്യം വരുന്നതിന് സംഭവിക്കും. മനസ്സിലായോ? അതാണ് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. മദ്യമാണെങ്കിൽ 85% ആൾക്കാരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ഇപ്പൊ മദ്യത്തിന്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലായിട്ടുള്ള സംവിധാനമുണ്ട്. 21 ദിവസം ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറായിട്ടുള്ളയാൾ, ബൈസ്റ്റാൻഡ് ആയിട്ടുള്ള കൂടെ വിടാൻ തയ്യാറുള്ളയാൾ 5 പൈസ പോലും മുടക്കാതെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ ചികിത്സിച്ച് ഭേദമായി അവിടെ പുറത്തു പോരാം. പക്ഷെ കണ്ടീഷൻ ഇതാണ്, 21 ദിവസം അവിടെ താമസിക്കാൻ തയ്യാറാവണം മാക്സിമം. അതിനകത്ത് ഈ നമ്മുടെ ശരീരത്തിൽ കടന്നുള്ള രാസവസ്തുക്കളെ പുറത്തു ചാടിക്കാനുള്ള മരുന്നുകൾ ഉൾപ്പെടുന്നു. അതുകൂടാതെ വ്യക്തിപരമായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ് വേണമെങ്കിൽ അതുണ്ട്. ഇതെല്ലാമുള്ള സംവിധാനം അവിടെ ഉണ്ട്. ആലപ്പുഴയിലെ റേഡിയോ നെയ്തലും തിയോച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് മത്സ്യത്തൊഴിലാളി ദിനാഘോഷം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആലപ്പുഴ പാം ബീച്ച് റിസോർട്ടിൽ നടക്കുന്ന പരിപാടിയിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. അടുത്ത ഞായറാഴ്ച 29-ാം തീയതി ലോക മത്സ്യത്തൊഴിലാളി ദിനമാണ്. അപ്പോൾ ആ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിലെ പല ഭാഗങ്ങളിലും ഞങ്ങളൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്ന് ഉന്നതമായ നിലയിലേക്ക് വളർന്നിട്ടുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് ആ ദിനം ഞങ്ങൾ അവർക്കൊരു പുരസ്കാരമൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നത് റോയ് P തിയോച്ചൻ്റെ അവിടെയുള്ള പാം ബീച്ച് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനവും ഈ പുരസ്കാര ദാനവുമൊക്കെ നടത്തുന്നത് നമ്മുടെ ഫിഷറീസ് മിനിസ്റ്ററാണ്, ബഹുമാനനായ സജി ചെറിയാൻ സാറാണ്. ആ സമ്മേളനത്തിൽ
ആലപ്പുഴ രൂപതയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ അഭിവന്യനായ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് അധ്യക്ഷത വഹിക്കും. പിന്നെ റോയി പി തിയോച്ചനാണ് അതിന് ആശംസ പറയുന്നത്. അതോടൊപ്പം ആലപ്പുഴയുടെ ADM ആശ എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേരുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ആലപ്പുഴ രൂപത അധ്യക്ഷൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. ആലപ്പുഴ ADM ആശ എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തും. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നും കഠിനമായി അധ്വാനിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികൾക്ക് പുരസ്കാരം നൽകി ആദരിക്കും. ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, റോയി പി തിയോച്ചൻ, ഗർഷോം രാഹുൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 50 സെന്റിൽ കപ്പ കൃഷി ചെയ്ത് കഞ്ഞിക്കുഴിയിൽ കർഷകൻ ശ്രദ്ധേയനാകുന്നു. ചക്കനാട്ട് വീട്ടിൽ CR ഷാജിയാണ് 6 മാസക്കപ്പ എന്ന പ്രത്യേക ഇനം കൃഷി ചെയ്തിരിക്കുന്നത്. വെറും 50 സെന്റ് സ്ഥലത്ത് മികച്ച കപ്പ കൃഷി നടത്തി മാതൃകയാകുന്നു കഞ്ഞിക്കുഴിയിലെ ചക്കനാട്ട് വീട്ടിൽ ഷാജി സാർ. 6 മാസ കപ്പ എന്ന ഇനമാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ജൈവ രീതിയിലുള്ള കൃഷി ഏപ്രിൽ മെയ് മാസങ്ങളിൽ കപ്പ നടിയിൽ നടത്തുന്നു. തണ്ടുകൾ തയ്യാറാക്കുമ്പോൾ രോഗമില്ലാത്ത കട്ടിയുള്ളവ തിരഞ്ഞെടുക്കുന്നു. തണ്ടിന്റെ അറ്റങ്ങൾ കുറച്ച് നീക്കി 15-20 സെന്റിമീറ്റർ നീളമുള്ളവയായി മുറിച്ചെടുക്കുന്നു. മണ്ണ് നന്നായി ഉഴുതുമറിച്ച് തയ്യാറാക്കിയ ശേഷം 90 സെന്റിമീറ്റർ അകലത്തിൽ കുഴികൾ കുഴിച്ച് 4 മുതൽ 6 വരെ സെന്റിമീറ്റർ ആഴത്തിൽ താഴുന്ന 1 സെന്റിന് ഏകദേശം 32 ചെടികൾ വരും. കമ്പോസ്റ്റും ജൈവവളവും ചേർത്താണ് കപ്പ നടുന്നത്. മുഖ്യമായും കമ്പോസ്റ്റ് വളവും ജൈവവളവും ഉപയോഗിച്ച് നടുമ്പോൾ തന്നെ നല്ല കമ്പോസ്റ്റ് വളം മണ്ണിൽ കലർത്തി നൽകുന്നു. പിന്നീട് 3 തവണകളിലായി ജൈവവളം പ്രയോഗിക്കുന്നു. നട്ടയുടനെ തന്നെ 3 മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പരിചരണം കൊടുക്കുന്നുണ്ട്. നട്ട് 30 ദിവസം കഴിഞ്ഞ് ഓരോ ചെടിയിലും 2 നല്ല മുളകൾ മാത്രം നിർത്തി ബാക്കിയുള്ളവ നീക്കം ചെയ്യുന്നു. കളകൾ നീക്കം ചെയ്യുന്നതിനും മണ്ണ് കിളയ്ക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ട്. വെള്ളം നിൽക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുകയും ആദ്യത്തെ 3 മാസത്തെ ആഴ്ചകളിൽ 2 തവണ വെള്ളം നൽകുന്നു. പിന്നീട് 15 ദിവസത്തിൽ ഒരിക്കൽ മതി. മഴക്കാലത്ത് അധികം വെള്ളം നിൽക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. 50 സെന്റിൽ നല്ല വരുമാനം ലഭിക്കത്തക്ക വിളവ് കിട്ടുന്നുണ്ടെന്നും പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നും കീടനാശിനി പ്രയോഗങ്ങൾ പോലും അദ്ദേഹം ജൈവരീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നു. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ കപ്പ കൃഷിയാണ്. നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ഇതൊരു 6 മാസം കൊണ്ട് വിളയുന്ന കപ്പയാണ്. എന്നാൽ ഒരുപാട് പൊക്കം വയ്ക്കത്തില്ല. ഒരു 6 മാസം ആകുമ്പോൾ നല്ല വിളവ് തരികയും ചെയ്യും. ഒരു 15 മുതലല്ല, ഒരു 12 മുതൽ 15 കിലോ വരെ നമുക്ക് തൂക്കം കിട്ടും. അതായത് ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ഞാൻ ഈ കമ്പ് തന്നെയാണ് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല വിളവാണ് കിട്ടുന്നത്. നമ്മൾ പല സൈസിലുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതിലൊരു 800 ചുവട് കപ്പയാണ് ഇപ്പം നട്ടേക്കുന്നത്. പിന്നെ മറ്റ് വഴുതന, വെണ്ട, പാവല്, പടവളം അതുപോലുള്ള മറ്റ് കൃഷികളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈടെക് ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അത് പ്രിസിഷൻ ഫാമിംഗ്. സാധാരണ നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ട് ചെയ്യുന്ന, അതായത് ഹൈടെക് തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ബെഡ് ഇട്ടിട്ട് അതിന് ഫെർട്ടിലൈസർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ചാണകപ്പൊടി ഫസ്റ്റിൽ ചാണകപ്പൊടി ചെയ്യും. അതിനുശേഷം നമ്മൾ 8-16 ടപ്പിയോക്കോ ബനാനയൊക്കെ കൊടുക്കുന്ന ഒരു മിക്സറുണ്ട്. അപ്പോൾ ആ മിക്സറാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഈൽഡാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഷാജിയുടെ കൃഷി മാതൃകയാക്കാം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇദ്ദേഹത്തിന്റെ വിജയം വ്യക്തമാക്കുന്നു. ജൈവ കൃഷിരീതിയിലൂടെ ആരോഗ്യപരമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ടി സംരക്ഷിക്കുവാനും കഴിയുമെന്ന് ഷാജി അനുഭവം തെളിയിക്കുന്നു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 കേരളത്തിന്റെ ആദ്യ വനിതാ റോട്ടറി ഗവർണറായി ഡോക്ടർ ടീന ആന്റണി ഞായറാഴ്ച ചുമതലയേക്കും. ഞാൻ പറഞ്ഞ പോലെ 3211 അല്ലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറായി ചരിത്രം കുറിച്ചുകൊണ്ട് 29-ാം തീയതി അരങ്ങേറുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് റവന്യൂ ഡിസ്ട്രിക്റ്റായിട്ട് കേരളത്തിൽ 3 ഡിസ്ട്രിക്റ്റായിട്ട് കേരളം ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്ത് സൈഡ് ഒരെണ്ണവും നമ്മൾ സൗത്തിൽ ഈ 5 റവന്യൂ ഡിസ്ട്രിക്റ്റായിട്ടാണ് വരുന്നത്. ഏകദേശം 5000 റൊട്ടേറിയൻസ് അതിൽ മൊത്തത്തിൽ ഇതുവരെ ഉണ്ട്. കേരളം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ, റവന്യൂ ഡിസ്ട്രിക്റ്റിലുണ്ട്. അതിൽ ഈ ഒരുപാട് സാമൂഹിക സേവനങ്ങളും ഇതിലുള്ള പരിപാടികൾ നമ്മൾ റോട്ടറി ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ അടുത്തൊരു വർഷം, അതായത് റോട്ടറി ഇയർ എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ
ജൂൺ 30 വരെയാണ്. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിനെ നയിക്കാനായി ഈ ജൂൺ 29 ഈ പാലാ ബേസ് 11 ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. 7 വെർട്ടിക്കൽ ഓപ്പോളുണ്ട്. അപ്പോൾ അതിലെ 7 വെർട്ടിക്കലിലും ഈ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വനിതാ ഗവർണറും കൂടെ ആയതുകൊണ്ട് വനിതകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്രാവശ്യം അനൗൺസ് ചെയ്തിരിക്കുന്നത്. റോട്ടറി കേരളത്തിൽ 1937 തുടക്കം കുറിച്ചതിന് ശേഷം ആദ്യമായി ഒരു വനിതാ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 ഗവർണറായി അധികാരത്തിലേറുന്നു. 27 വർഷത്തെ സമർപ്പിത സേവനാനുഭവം, ശ്രദ്ധേയമായ നേതൃത്വവും ആഗോള ശ്രദ്ധ നേടിയ വിവിധ പദ്ധതികളും കൊണ്ട് ഡോക്ടർ ടീന ആന്റണി ഈ ഉന്നത സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ജൂൺ 29 പാലായിലെ ബേസ് 11 ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കും. ഡോക്ടർ ടീന ആന്റണി, ആർ കൃഷ്ണൻ, ജി അൽകുമാർ, ബേബി കുമാരൻ, സി ആന്റണി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈക്കം തലയോലപ്പറമ്പ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സെന്ററിന്റെ ഫ്യൂസ് ഊരി KSEB. ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള സെന്ററും ഹോസ്റ്റലും പൂട്ടി 50ഓളം വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങി. വൈക്കം തലയോലപ്പറമ്പിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിലെ വൈദ്യുതി ബന്ധമാണ് KSEB വിച്ഛേദിച്ചത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 50ഓളം പെൺകുട്ടികൾ താമസിച്ചു പഠിക്കുന്ന ഇവിടെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. വെറും ഇലക്ട്രിസിറ്റിക്കാർ വെറും നികൃഷ്ടമായിട്ടുള്ള രീതിയാണ് ഇത് കാണിച്ചത്. കാരണം ഈ കുട്ടികൾ വളരെ താമസിച്ചു തിരുവനന്തപുരം വരെ, ഞാൻ പന്തളത്താണ് എൻ്റെ വീട്, അപ്പം ഞാൻ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളുണ്ട് ഇതിനകത്തിൽ. എല്ലാവരും വളരെ പേടിക്കുകയും, കാരണം വീട്ടിൽ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു അവധി കൊടുക്കുമെന്നുള്ള കാര്യം. കാരണം ഒരു സ്ഥാപനമാകുന്നുണ്ടേ, അതും ഗവൺമെൻറ് സ്ഥാപനം, ഇതിലെ ഒരു കുട്ടികൾ 50 വിദ്യാർത്ഥികളിൽ കൂടുതലുണ്ട് അവിടെ താമസിക്കുന്നത്. ഇവർക്കാണെങ്കിൽ ഒരു വെള്ളവും ഇല്ലാതെ വെളിച്ചവും ഇല്ലാതെ രാത്രിയിൽ എത്ര സമയം അവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് അവധി കൊടുക്കുകയും തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾ, എൻ്റെ മോളാണെങ്കിൽ രാത്രി 10:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. നമ്മളോട്ട് അറിഞ്ഞതുമില്ല ഇത് ഇങ്ങനെ ഒരു അവധി കൊടുത്ത കാര്യം. അവിടെ നിന്ന് ബസ്സിന് കയറിയപ്പോഴാണ് വിളിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള വളരെ വളരെ നികൃഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഗവൺമെൻറ് തലത്തിൽ എന്തുവേലും നടപടി എടുക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ്, ഒരു അപേക്ഷയാണ് ഞാൻ പറയുന്നത്. 50ഓളം പെൺകുട്ടികളും 18ഓളം സ്റ്റാഫുകളും ആണ് ട്രെയിനിംഗ് സെന്ററിൽ താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. നോട്ടീസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ 2 തവണ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞ KSEB ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച ഫ്യൂസ് ഊരി മടങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. തുടർന്ന് ഓഫീസ് പ്രവർത്തനം ഉൾപ്പെടെ താറുമാറായി. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ പരിശീലനം കഴിഞ്ഞ് എത്തിയ പെൺകുട്ടികളെ വൈദ്യുതി ഇല്ലാത്തത് മൂലം വീടുകളിലേക്ക് മടക്കി അയക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. വൈദ്യുതി വിച്ഛേദിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാത്തതിൽ KSEBക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിക്കൊരുങ്ങുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിൽ മെരിറ്റ് ഡേ ആഘോഷം നടത്തി. ഇതോടൊപ്പം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. കെ കാർമൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആലപ്പുഴ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർ ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ വിദ്യ അഭ്യസിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കണം? സമൂഹത്തിൻ്റെ നന്മയായിരിക്കണം. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഡ്രഗ്സിനെതിരെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ലഹരി വിരുദ്ധ ദിനമായി ഇന്ന് ആചരിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞ് അച്ഛൻ പൊതുവിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളിലേക്ക് ഇരുന്ന് ചിന്തിക്കുക. ഇന്നിവിടെ മെറിറ്റ് ഡേയുടെ ഭാഗമായി നമ്മൾ ആദരിക്കുന്ന 24 കുട്ടികൾ, കൂടാതെ NMMS സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ള 6 കുട്ടികൾ എന്ന് വെച്ച് ഈ 24ഉം 6ഉം 30 കുട്ടികൾ മാത്രമാണോ യഥാർത്ഥത്തിൽ എല്ലാ രീതിയിലും പരിഗണനയ്ക്ക് അർഹമായിട്ടുള്ളത്? അല്ല. എറണാകുളം റൂറൽ DYSP VT ഷാജൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നമുക്ക് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതായിട്ട് ഈ ജീവിതത്തിലുള്ളത് മനുഷ്യനെക്കുറിച്ച് മാത്രമാണ്. ഈ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടി ജീവിതത്തിൽ മുതിർന്നു കഴിയുമ്പോൾ അവൻ ആരായി തീരും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക് കഴിയില്ല, ഒരു വികാരി അച്ഛനും കഴിയില്ല, വൈദ്യർക്ക് ആർക്കും കഴിയില്ല.
ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ഫാദർ പോൾ തുണ്ടുപറമ്പിൽ, വാർഡ് മെമ്പർ വിഷ്ണു, PTA പ്രസിഡന്റ് P. ദിലീപ്, മുൻ ഹെഡ് മിസ്ട്രസ് ത്രേസ്യാമ്മ ആന്റണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഫാദർ ഡോക്ടർ ഷാജി ഏനേക്കാട്, ഫാദർ സാംജി വടക്കേടം, ഫാദർ സനു വലിയവീട് തുടങ്ങിയവർ പ്രസംഗിച്ചു. മധ്യവയസ്കൻ കായലിൽ വീണു മരിച്ച നിലയിൽ ചേർത്തല നഗരസഭ 2-ാം വാർഡ് മണലേൽ ജോൺ ദേവസ്യാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. രാവിലെ കായലിൽ കുളിക്കാൻ പോയ ജോണിനെ കുറേ സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് ഭാര്യ അന്വേഷിച്ചെന്നപ്പോഴാണ് വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ ചേർത്തല മുട്ടമ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ചരം വാർത്ത. കടക്കരപ്പള്ളി 1-ാം വാർഡിൽ PI ജോൺ നിര്യാതനായി. 67 വയസ്സായിരുന്നു. CPIM അരൂർ ഏരിയ കമ്മിറ്റി അംഗം PI ഹാരിസിന്റെ സഹോദരനാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് ഒറ്റമശ്ശേരി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. തുറവൂരിൽ മരം വീണ് 5-ാം വാർഡിൽ കോരപ്പുഴത്തറയിൽ ഓമന രവീന്ദ്രന്റെ വീട് തകർന്നു. ചേർത്തല തെക്ക് പഞ്ചായത്ത് 19-ാം വാർഡിൽ വായനശാലയുടെ മേൽക്കൂര ഷീറ്റ് തകർന്ന് 2 പേർക്ക് പരിക്ക്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു. യുവാവ് സഞ്ചരിച്ചിരുന്ന ജീപ്പ് തോട്ടിൽ വീണു. കോതമംഗലത്ത് നിന്നും പുന്നമട ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബോണിയുടെ വാഹനമാണ് എടത്ത കൊച്ചമ്പനം തോട്ടിൽ വീണത്. ലഹരിവിരുദ്ധ ദിനം. വിവിധ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.